ഈ നമ്മൾ ഈ പറഞ്ഞ കണ്ണോട് പാട്ടിന്റെ ഒരു കമ്പോസിഷൻ ഉണ്ടല്ലോ, കമ്പോസിഷൻ എന്നല്ല, ഓൾ ടുഗദർ ആ പാട്ടിന്റെ ഒരു ഫ്രെയിം ഉണ്ട്. ആദ്യം ഒരു ആകാശവാണിയുടെ സംഭവം വരുന്നു, എന്നിട്ട് പതുക്കെ നിങ്ങൾ രണ്ടും കൂടെ അത് പാടി അതൊരു ഒരു റെട്രോ വൈബിൽ ആ സംഭവം പോകും. അപ്പൊ ഈ ഒരു ഫോമുലേഷൻ ഉണ്ടാവുമല്ലോ, അതിന്റെ ടെക്നിക്കൽ ടേം എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞു അങ്ങനെ ഫോം ചെയ്യുമല്ലോ, ഇന്നത് വേണം ഇന്നത്. ആ ഐഡിയ ആരുടെ ആയിരുന്നു? ഉറപ്പായിട്ടും അത് കമ്പോസർ ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ തന്നെ വിഷൻ ആണല്ലോ മുഴുവൻ, ടോപ്പ് ടു ബോട്ടം. പ്ലസ് അതിൻ്റെ നല്ല അറേഞ്ചേഴ്സ്, അതിൻ്റെ അത് കീബോർഡ്സ് വായിച്ചിരിക്കുന്ന സാമുവൽ ലിയോ എന്ന് പറഞ്ഞിട്ടൊരു ജീനിയസ് കീബോർഡിസ്റ്റാണ്. അയാളുടെ ഒരു വലിയ ഇൻപുട്ടുണ്ട്, അതിൻ്റെ ടീമിൻ്റെ ഫുൾ ഇൻപുട്ടുണ്ട്. പക്ഷേ ഉറപ്പായിട്ടും നാച്ചുറലി ഐ വോണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കൂടെ വേണമല്ലോ. അപ്പോൾ നമ്മൾ പാട്ടുകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ തുടക്കം നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒത്തിരി ആകാശവാണി കേട്ടും ഇപ്പോഴും വിടത്തില്ല. എനിക്കതാ വെക്കാൻ ഇഷ്ടം ആക്ച്വലി. ഞാൻ ആകാശവാണി ഇടയ്ക്ക് കേൾക്കും. പിന്നെ ഓർമ്മയിലൊക്കെ അങ്ങനെ കിടപ്പുണ്ടല്ലോ. അപ്പം ഞാൻ ആ ശബ്ദം വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് നീനു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, RJ. പുള്ളിക്കാരിയുടെ ശബ്ദമാണ് അതിൽ. പുള്ളിക്കാരി എനിക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നതാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ആ ഒരു ഫീൽ അറിയുന്നതുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു ഇത് കിട്ടി. അത് അങ്ങനെ ഒരു റെട്രോ വൈബാണ് മൊത്തം പാട്ട്. ഒരു വാൾസ് ഗ്രൂവ് അങ്ങനത്തെ ഒരു നമ്മൾ പഴയ ഹിന്ദി പാട്ടുകൾക്കൊക്കെ കേൾക്കുന്ന ഒരു ഫ്ലേവർ അല്ലേ, സിത്താറും വയലിൻസും കുറച്ച് സ്ട്രിങ് ചെല്ലോ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം ഓരോ ഇഷ്ടത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പം അത് ഇങ്ങനെ വരുമ്പോൾ അത് പിന്നെ അതിൻ്റെ വരികൾ ഓർപ്പാണ്. വരികൾ ഈ ചന്ദ്രേട്ടനോട് ഞാൻ ഇരുന്ന് ഇതുപോലെ എഴുതിയെടുത്ത സംഭവമാണ്. അതായത് നമ്മളുടെ ആ ഒരു പ്രണയം പറയുമ്പോൾ എന്താടാ ഈ പാട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ നമ്മളെ പുള്ളിക്കാരിക്ക് ശരി ബാക്കി ഞാൻ ഏറ്റവും പറഞ്ഞ് പുള്ളിക്കാരിയും ചന്ദ്രേട്ടൻ നല്ലോണം അറിയാം. അപ്പോൾ ഞങ്ങളെന്നുള്ളൊരു കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ചേട്ടൻ അങ്ങ് സ്പോട്ടിൽ എഴുതുന്നൊരു സംഭവമാണ്. അതൊക്കെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഇപ്പം എന്താ പറയുക നമ്മുടെ ലൈഫിലെ ഒരു ഭയങ്കര ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് തന്നതല്ലേ. താങ്ക്സ് ടു ദ ഓഡിയൻസ്, പ്രേക്ഷകർക്കാണ് നന്ദി. പ്ലസ് ഈ പറഞ്ഞ കണക്ക് മീഡിയ എത്തിച്ച് തന്നല്ലോ, അടിപൊളി. മറ്റേ എല്ലാത്തിനും അതിൻ്റെതായ സമയം പറഞ്ഞതുപോലെ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നത് അതാണ്. നമ്മളൊരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിൻസിയറായിട്ട് അതിലോട്ടൊരു ഇൻപുട്ട് ഇട്ടാൽ അത് എന്നെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു ഫ്രൂട്ട് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു ഏറ്റവും എക്സാമ്പിളായിട്ട് കാണുന്നത് പത്മരാജൻ സാറിനെ തന്നെയാണ്. പത്മരാജൻ സാറിന് ഞാൻ ഒരു കോർ ഫാനാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ അത് ഇറങ്ങിയ സമയത്തെക്കാളും ഇപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അദ്ദേഹം മരിച്ചിട്ട് എത്രയോ വർഷമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആർട്ട് ഒരിക്കലും മരിക്കുന്നില്ല. അന്ന് ചെയ്തത് ഇന്ന് കൾട്ടായിട്ടും റെഫറൻസ് ആയിട്ടും ആൾക്കാർ കാണുകയാണ്. ദാറ്റ്സ് ആ ഒരൊറ്റ തെളിവ് മാത്രം മതി, ആർട്ട് ഒരിക്കലും മരിക്കില്ലെന്നും. ഒരു കാലത്ത് അത് സിൻസിയറായിട്ട് ചെയ്താൽ എന്തെങ്കിലും അത് ഓഫ്കോഴ്സ് ക്രാഫ്റ്റ് വേണം. ക്രാഫ്റ്റ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. പിന്നെ ഒരു ബ്ലെസ്സിങ്ങും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇന്ന് നമ്മൾ അത്രയും ഹാർഡ് ആൻഡ് എന്താ പറയുക ശരിക്കും മെനക്കെട്ടൊരു സംഭവം ചെയ്താൽ വിത്ത് പാഷൻ ആൻഡ് ലവ് ആൻഡ് ട്രൂത്ത് പിന്നീട് അത് വരും അത് ഉറപ്പാണ്. എൻ്റെ കേസിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ട് പല പ്രാവശ്യം. ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ പദയാത്രയാണെങ്കിൽ പോലും ആദ്യത്തെ 1.5 വർഷത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ടാണത് പെട്ടെന്ന് അതങ്ങ് കുറേ പേരിലേക്ക് എത്തിയത്. ആദ്യത്തെ 1.5 വർഷം അത്യാവശ്യം ഒക്കെ ആയിട്ട് പോയത്. പിന്നെയാണ് റൈഡേഴ്സൊക്കെ ഒത്തിരി പേര് റൈഡ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ബൈക്കേഴ്സും അങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണത്. അപ്പോൾ എവിടെയാണ് അതിൻ്റെ ട്രിഗർ നമുക്ക് പറയാനൊക്കില്ല. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുക, ഒരു നമുക്കൊരു സ്പേസ് ഉണ്ടാവും. ആതിര ചേച്ചിയുടെ വൈഫിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പാട്ടിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 4 വരിയുണ്ട്. ഓളങ്ങളായി തീരങ്ങളിൽ കൈകോർത്ത് നാം ഇന്നും, നന്നാളിലും നമുക്കിങ്ങനെ ഉള്ളിൽ തട്ടുന്നതാ, നന്നാളിലും കണ്ണീരിലും ഒന്നായി നാം എന്നും എന്നുള്ള വരി. അപ്പോ അല്ല ഞാനത് ആലോചിച്ചെടുക്കുക. ഒന്നാമത് നമ്മളെല്ലാരും സിമ്പിൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള വരികളാണ്. അതെ. അതായത് നന്നാളിലും കണ്ണീരിലും ഒന്നായി നാം എന്നും, അതാണല്ലോ ടുഗദർനെസ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ വീട്ടിൽ അറിഞ്ഞ സമയത്തൊക്കെ സമ്മതിച്ചായിരുന്നോ? കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും. പിന്നെ കുറച്ച് രണ്ടുപേര് രണ്ട് അവസ്ഥരാണ്, അതിൻ്റെതായ പ്രശ്നങ്ങൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി ദേ ന്യൂ ദാറ്റ് വി വിൽ ബി ടുഗദർ. അപ്പോൾ അവർക്കും അവരുടെ മകള് നന്നായിരിക്കുന്ന കാണാൻ ഇഷ്ടം, നമ്മുടെ വീട്ടിലും ഞാൻ നന്നായിരിക്കുന്ന കാണാൻ. അപ്പോൾ ഉദ്ദേശം നല്ലതായിരുന്നുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
ആ ചേട്ടൻ നമുക്കിങ്ങനെ തോന്നത്തില്ലേ ദിസ് ഇസ് മൈ പേഴ്സൺ എന്ന് തോന്നുമല്ലോ, ചേട്ടൻ അങ്ങനെ തോന്നിയ ഒരു മൊമെന്റ് ഏതാ? അങ്ങനെ സൂപ്പർ സ്റ്റാറിൻ്റെ പുള്ളിക്കാരി ഉണ്ടായിരുന്നല്ലോ, ആ ആ സമയത്തൊക്കെ തന്നെയാണ്. ആ ചേട്ടൻ ചെറുതായിട്ട് ബ്ലഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇനിയിപ്പം അല്ല നാച്ചുറലി സൂപ്പർ സ്റ്റാറിൻ്റെ ടൈമിലാണ് എനിക്കൊന്ന് ബാലചേട്ടൻ, ബാലഭാസ്കർ പുള്ളി അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ എന്തോ കെമിസ്ട്രി ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ പുള്ളിക്കാരി, അവള് ഭയങ്കര ഇളയതല്ലേ, പിന്നെ നമുക്ക് പറഞ്ഞു എത്ര ഇളയ, 60 വയസ്സ്, അപ്പോൾ അത് വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഒരു സ്പാർക്ക് ഇട്ടതാണ്. പിന്നെ ഞങ്ങൾ ആ കോമ്പറ്റീഷനിലുടനീളം എല്ലാവരും തമ്മിലൊരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബന്ധമായിരുന്നു. വളരെ സപ്പോർട്ടീവും അമൃത സൂപ്പർ സ്റ്റാറിൻ്റെ സമയത്ത്. അപ്പം കുറച്ച് സപ്പോർട്ട് കൂടിപ്പോയാന്ന് തോന്നുന്നു ഇവിടെ, അതാണ് ഇപ്പോൾ കൂടെ ഉള്ളത്, ഒരുമിച്ചായത് മേ ബി. വളരെ അതുകൊണ്ട് തന്നെ 2 മക്കളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു, ബോയ്സ് 2. സോ നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രോജക്റ്റിന്റെ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ ജോബ് കുര്യൻസ് 10 എന്ന് പറഞ്ഞല്ലോ, അപ്പം ഒന്ന് ബ്രീഫായിട്ട് പറയാമോ എന്താണ് ചേട്ടൻ്റെ ഐഡിയ? ജോബ് കുര്യൻസ് 10 10 പാട്ട് അടങ്ങുന്ന എൻ്റെ ജീവിതത്തിലെ 10 ചാപ്റ്റേഴ്സ് എന്നാണ് എന്നത് പറയുന്നത്. അല്ല ചേട്ടൻ 10 പാട്ട് അടങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതേ, ചേട്ടൻ്റെ ഓരോ പാട്ടും റിലീസ് ആവുമല്ലോ യൂട്യൂബ് ചാനലിൽ, അപ്പൊ അതിന്റെ താഴത്തെ കമന്റ്സ് മിക്കതും വരിക ഞങ്ങൾ അടുത്ത പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, അങ്ങനെയുള്ളവർക്ക് അടുപ്പിച്ച് 10 പാട്ട് വരികയാണല്ലേ. ഇതൊരു സെഷനാണ്, ലൈക്ക് ഒരു നമ്മൾ എല്ലാ കുറേ കലാകാരന്മാരിരുന്ന് പ്രിപ്പയർ ചെയ്ത് ജാം ചെയ്ത് റിസൾട്ട് കൊണ്ടുവരുന്നൊരു ഇതാണ്. ലൈക്ക് എന്താ പറയുക, ഒരു ന്യൂ മ്യൂസിക് മോജോയുടെയൊക്കെ അല്ലെങ്കിൽ കോക്ക് സ്റ്റുഡിയോയുടെയൊക്കെ ഒരു ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ടൊരു വേർഷൻ, അതിൻ്റെ വേറെ കുറേ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ ആയിട്ടൊരു പരിപാടി. അപ്പോൾ 10 പാട്ടുകൾ, 10 ഇമോഷൻസുള്ള 10 പാട്ടുകളാണ്. അപ്പം അങ്ങ് പാട്ടുകൾ ഇറക്കണമെന്നുള്ള ആഗ്രഹമാണ്, അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെയാണ് ഇതൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ഷൂട്ടും, ഫെബ്രുവരിയിൽ തന്നെ ഷൂട്ടും ഉണ്ട്. റിലീസ് ബൈ ഏപ്രിൽ മെയ് ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത്ര നല്ല രസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു സമയം ഞാൻ തിരിച്ച് ഓടിപ്പോയിട്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലിരിക്കുക, പോയി പണിയുണ്ട്. നല്ല പ്രോസസ്സിൽ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോവാണ്. അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്, കാരണം ഇതിൻ്റെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും ചെയ്തെടുക്കണം. ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റിൻ്റെ ഒരു സ്ട്രഗിൾ അതാണ്. ഒരു പ്രൊഡ്യൂസറോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ് എനിക്കിപ്പോഴും. അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഒരു സൈഡിലുണ്ടെങ്കിലും അതിൻ്റെ പ്രോസസ്സ് ഭയങ്കരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട 10 കാര്യങ്ങൾ തന്നെയായിരിക്കും പാട്ടിലൂടെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നന്നായിട്ട് വരാൻ പ്രാർത്ഥിക്കാം. ആരും കേൾക്കും എല്ലാവരും. ചേട്ടന് ഒരുപാട് അപ്രിസിയേഷൻസ് കിട്ടും, അതായത് വ്യൂവേഴ്സ് ആണെങ്കിലും പാട്ട് കേൾക്കുന്നവരും നമ്മൾക്ക് റാൻഡമായിട്ട് ആൾക്കാരും ഒക്കെ വന്ന് നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയങ്ങളുണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആവുന്ന സമയങ്ങളുണ്ട്. നമുക്ക് ക്ലോസ് ടു ഹാർട്ടായിട്ട് നമ്മൾ ചെറിഷ് ചെയ്യുന്ന ഒരു അപ്രിസിയേഷൻ ഏതാ? അങ്ങനെ ഞാനെപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷമാകുക ഇപ്പോൾ ഒരാൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ അത്രയും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ പാട്ടൊരു ആശ്വാസം എന്ന് പറയുന്ന പോലെ, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും. എനിക്ക് പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ പോവുകയോ ആ സമയത്ത് നമ്മുടെ പാട്ടിനൊരു ആശ്വാസം കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്ന മെസ്സേജുകളും കോളുകളൊക്കെ ഇടയ്ക്ക് വരുമ്പോഴേ അത് ഭയങ്കര ഒരു പ്രചോദനമാണ്. അത് ഭയങ്കര സന്തോഷവും കണ്ണ് നിറയും ഒക്കെ ചെയ്യും. വല്ലാത്തൊരു ഇമോഷണൽ മൊമെൻ്റാണ് അങ്ങനെ ആൾക്കാർ നമ്മുടെ പാട്ട് എടുക്കുമ്പോഴേ. ഇപ്പം ചിലർ പറയും അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ജോബിൻ്റെ പാട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തകർന്ന് അടിയും പോകും. നമുക്ക് that's what art can do എന്ന് എനിക്ക്, മ്യൂസിക് ക്യാൻ ഡു. അപ്പം ആ ഒരു സന്തോഷം കൊടുക്കാൻ, ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് പരം വേറെ സംഭവമല്ലേ. ഇപ്പം ഇന്ന് ഞാനും എനിക്കൊരു മെസ്സേജ് വന്നത് വളരെ മാനസികമായിട്ട് അവരുടെ ഏറ്റവും ബുദ്ധിമുട്ടിൽ പല പാട്ടുകളും കേട്ടിരുന്നു. നിഴൽ എന്ന് പറഞ്ഞൊരു പാട്ട് ചേർത്ത്, അപ്പം TG സാർ അഭിനയിച്ചിട്ടുള്ള. അപ്പം അത് ആ പുള്ളിയുടെ മുത്തശ്ശൻ മരിച്ച സമയത്തൊക്കെ കണ്ടായിരുന്നു എഴുതിയത്. വളരെ ഇമോഷണലായിട്ടാണ് അവർ കത്തുകൾ, വലിയ മെസ്സേജസ് ഒക്കെ അയക്കുക. ഒക്കെ കാണുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഫുള്ള് കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുന്നു. അപ്പം അതൊക്കെ തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ്. പദയാത്ര യൂസ് ഫോർ മെഡിറ്റേഷൻ. ചിലർ പറയും ഞാൻ രാവിലെ എഴുന്നേറ്റ പടി അത് കേൾക്കും, എനിക്കൊരു മെഡിറ്റേറ്റീവ് ഫീല് കിട്ടാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഓരോ പാട്ടിനും ഓരോ ഫീലാണ്. അപ്പോൾ ആ ഫീലായിട്ട് അവരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഇപ്പം മുല്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, മുല്ല കേട്ടിട്ട് ചൈൽഡ്ഹുഡുമായിട്ട് ഒത്തിരി പേര് അത് കണക്ട് ചെയ്തിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്.
അപ്പോൾ ഞാൻ പറയുന്നത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ചൈൽഡ്ഹുഡാണ് അതിൽ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ചൈൽഡ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ദ പർപ്പസ് ഇസ് ഡൺ. അപ്പം അങ്ങനെ അതൊരു ക്രിയേറ്ററിന് ഏറ്റവും തൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ്.